ഹലോ ഗൈസ്, ഫോട്ടോ ടിക്കറ്റ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വന്നത്. നാളെ ഡിസംബർ 31 ആണ്. നമുക്കറിയാം, ഈ അടുത്ത് ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. അടുത്തതായി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ നോക്കാനുള്ള ഒരു വീഡിയോ, ഞാൻ വോട്ടർ ഐ ഡി പേരെങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിയമസഭ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതുകൊണ്ട് അതിൽ നമ്മൾ പേരുണ്ടോ, അല്ലെങ്കിൽ ലിസ്റ്റിൽ എങ്ങനെയാണ് പുതിയതായിട്ട് പേര് ചേർക്കുന്നത്, 18 വയസ്സായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ലിസ്റ്റിൽ പേര് ചേർക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. മിക്കവാറും ഇത് 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ഏവരും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും മുമ്പ് വോട്ടർ പട്ടികയിൽ ഇഷ്ടംപോലെ പേർക്ക് പേരില്ലാത്തതുകൊണ്ട് വോട്ടിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടി പോലുള്ള പ്രമുഖർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇനി വരാനിരിക്കുന്നത് ഈ നിയമസഭ തിരഞ്ഞെടുപ്പാണ്. ചിലപ്പോൾ അതിലും നിങ്ങളുടെ പേരുണ്ടാവണമെന്നില്ല. മറ്റേ ലിസ്റ്റിൽ പേരുണ്ടെന്ന് വിചാരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പേരുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും വേഗത്തിൽ തന്നെ ലിസ്റ്റിൽ പേരുണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കിടക്കും. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാൻ ആദ്യമായി ഗൂഗിൾ ക്രോം എടുക്കാം. അതിൽ voterportal.eci.government.in എന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഒരു ഫ്രണ്ട് പേജ് വരും. അതിൽ ലോഗിൻ ചെയ്യാം. ഓൾറെഡി ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉള്ളവർ അവരവരുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യാം. ഇല്ലാത്തവർക്കായി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് രീതിയിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇമെയിൽ വഴി, മറ്റേത് ഫോൺ നമ്പർ വഴി. ഇമെയിൽ വഴി ആണെങ്കിൽ ഡയറക്റ്റ് ഇമെയിൽ വഴി ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. എല്ലാത്തവർക്ക് SMS വഴി ഫോൺ നമ്പറിൽ ഒരു OTP വന്ന് ലിങ്ക് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 ഐക്കൺ കാണുന്നത് പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് അയക്കാൻ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓറഞ്ച് കളർ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ പല ഐക്കണും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഡിലീറ്റ് ചെയ്യാനോ പല ഓപ്ഷനും ഉണ്ട്. റീപ്ലേസ്മെൻറ്റ് ഓഫ് വീഡിയോ, വോട്ടർ ഐ ഡി, ഷിഫ്റ്റ് ടു അതർ പ്ലേസ്. സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ സ്ഥലം ഷിഫ്റ്റ് ചെയ്യാനുള്ള ഐക്കണുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വോട്ടർ പേര് ചേർക്കാനായി ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും നെയിമും എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അവരവരുടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കേണ്ടതാണ്. ഇനി കറക്ഷന് വേണ്ടിയാണ് കറക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത പേജ് വരും. നിങ്ങൾക്ക് എന്താണ് പേരാണെങ്കിൽ പേര് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് മാറ്റേണ്ടത് അത് മാറ്റാവുന്നതാണ്. ഇതിൽ പേരാണ് മാറ്റം. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. സെർച്ച് ഇൻ ഇലക്ടോറൽ റോൾ എന്ന് മുകളിൽ ഒരു ചെറിയൊരു ഇത് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ നമ്പർ അടിക്കാം. ഞാനിപ്പോൾ എൻ്റെ ID മുഖേന എൻ്റർ ആയിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സീരിയൽ നമ്പർ, അസംബ്ലി കൗൺസിൽ കേരള, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് വരും. അപ്പോൾ എൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വോട്ടർ ഐ ഡിയിൽ പേരുണ്ടോയെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നാളെയാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാനുള്ള അവസാന ദിവസം. മറ്റന്നാൾ ന്യൂ ഇയറാണ്. അതിനു മുമ്പായി നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നുള്ള
ഉറപ്പുവരുത്തേണ്ടതാണ്. അത് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിലും ആ വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്കത് തിരുത്താവുന്നതാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് ഇല്ലെന്ന് വരാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വെബ്സൈറ്റ് മുഖേന തിരുത്തലോ പുതിയതായി വോട്ടറിൽ പേര് ചേർത്തേണ്ടതാണ്. അറിയാത്തവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.